ഹലോ, നമസ്കാരം. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു കമ്പനി ഉടമ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, CJ റോയ്. ഞാൻ 2-3 കാര്യങ്ങൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ബിസിനസ് ഫ്രണ്ട്ലി ആണോ എന്ന് ഉള്ളതാണ് ചോദ്യം. ഞാൻ മൊത്തം 7 പേരുടെ എക്സാമ്പിൾ ഞാൻ തരാം. ഒന്നാമത്തേത് ലളിത് മോദി, IPL ഫൗണ്ടറായിരുന്നു. IPL ഒക്കെ പുള്ളിയാണ് ഇവിടെ കൊണ്ടുവന്നത്. പുള്ളി ഇന്ത്യയിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു. ഒത്തിരി രൂപ ഇവിടെ ഡിഫോൾട്ട് കൊടുക്കാനുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, മെഹുൽ ചോസ്കി, ഒരു ഡയമണ്ട് കമ്പനിയുടെ ഉടമസ്ഥനാണ്. പുള്ളിയും മോർ ദാൻ $1 ബില്യൺ, അതായത് 10,000 കോടി രൂപയ്ക്ക് മേളിൽ വിവിധ ബാങ്കുകൾ, നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ കൊടുക്കാനുണ്ട്. പിന്നെ വിജയ് മല്യ $1.5 ബില്യൺ, 12,000 കോടി രൂപയ്ക്ക് മേളിൽ ഇവിടുത്തെ വിവിധ ബാങ്കുകൾ കൊടുക്കാനുണ്ട്. പിന്നെ നീരവ് മോദി, പുള്ളി ഒരു ഡയമണ്ട് ട്രേഡറാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിയും അത്രയും തന്നെ വലിയ തുക, $1.8 ബില്യൺ ആണ്. $1.8 ബില്യൺ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് അത്രയും രൂപ അവരെ പറ്റിച്ചിട്ട് ഇന്ത്യക്ക് വെളിയിൽ പോയില്ല, സുഖമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ ഉള്ളത് ഒരു ഡയമണ്ട്സ് പ്രൊമോട്ടറാണ്, ജതിൻ മേത്ത. ഇങ്ങനെ ഒത്തിരി പേര് സുഖമായിട്ട് ബിസിനസ് ചെയ്ത് ബാങ്കുകാരെ തട്ടിപ്പിച്ച് കളിപ്പിച്ച്, ഇത് സാധാരണ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ബേസാണ് ഇവർക്കെടുത്ത് ലോണായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിനെ ബാങ്ക് ഓഫ് ബറോഡയായിട്ടൊക്കെ മേർജ് ചെയ്ത് വരുന്ന അങ്ങനെ റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ ഇല്ല എന്ന ബ്രാൻഡ് ഇല്ലാതാവും. പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറഞ്ഞ പുതിയ പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBI, പിന്നെ വേറെ ഏതോ ബാങ്ക്, അങ്ങനെ ഇത് മൂന്ന് ബാങ്കുകളായിട്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ചുരുങ്ങുമെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. പിന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. കാരണം മോദിയുടെ ഒരു കാലാതൻ, അതായത് ബ്ലാക്ക് മണി ഇവിടെ ഇല്ലാതാക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. പിന്നെ ഉള്ളത് എനിക്കിപ്പം ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പം ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഡീൽസൊക്കെ ഇപ്പം സർക്കാരും BJPക്കും അതിനകത്ത് പങ്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സംശയമുണ്ട്. കാരണം അറൗണ്ട് 6 lakh crores ആണ് ഇതിനു വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ സ്കൂളിൻ്റെയും ആർട്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എത്ര കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര കലാപരമായിട്ടുള്ള വിദ്യാഭ്യാസം, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു പണമാണ് ഇങ്ങനെയൊക്കെ ചിലവഴിക്കുന്നത്. വേറൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്തുനിന്നും ബ്ലാക്ക് മണി വരും. ഇത് ഓരോ മിനിസ്റ്റേഴ്സിനാവും പോകുന്നത്. നമ്മൾ ഇതൊക്കെ ഓരോ ട്രേഡേഴ്സും കൊടുക്കും, മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കും ഒരു ബ്ലാക്ക് മണിയുടെ ആരോപണങ്ങൾ നേരിടുന്നില്ല, അല്ലെങ്കിൽ EDയുടെ ആരോപണങ്ങൾ നേരിടുന്ന ED ട്രേഡ്സൊന്നും അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിനെ ബാധിക്കുന്നില്ല, അങ്ങനെയുള്ള മിനിസ്റ്റേഴ്സിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്ത്യ എത്രത്തോളം ബിസിനസ് ഫ്രണ്ട്ലി ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ വേറെ ഒരു ഓപ്പോസിഷനുള്ള പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കെതിരെ ED റെയ്ഡ് വരുമോ, നമ്മളൊരു പൊളിറ്റീഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ബിസിനസ്സുകാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. 2-3 പേരുടെ കാര്യങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത് മുത്തൂറ്റ് ഗ്രൂപ്പ് MD ഡൽഹിയിൽ അവർ ഫ്ലാറ്റിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്തു. പിന്നെ ഇന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ CJ റോയ് മഹാത്മാഗാന്ധി മരിച്ച ദിവസം കൂടെയാണ്, മാർട്ടിയേഴ്സ് ഡേ. സോ ഇങ്ങനെയൊക്കെ അതൊക്കെ ഓർത്തുകൊണ്ടാണ് പുള്ളി ഇന്ന് തന്നെ കമ്മിറ്റഡ് സൂയിസൈഡ്.
പിന്നെ കഫേ കോഫിയുടെ ഫൗണ്ടർ VJ സിദ്ധാർത്ഥ 2019 പുള്ളി കേരളത്തിൽ ഒരു കേരള ബോർഡറിൽ വെച്ച് ഏതോ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. സോ ഇതൊക്കെ ഈ 3 കേസ് എടുത്താൽ തന്നെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ആത്മഹത്യകളാണ് ഈ ബിസിനസ് ഫൗണ്ടേഴ്സിൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് അദാനി, അംബാനി ഇവരൊക്കെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല? ഇവർക്കൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മളത് പഠിക്കണം. അപ്പോൾ അവർ ഒരിക്കലും പൊളിറ്റീഷ്യൻസിനെ ചലഞ്ച് ചെയ്യാനോ റൂളിംഗ് പാർട്ടീനെ ചലഞ്ച് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. അവർ റൂളിംഗ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് അവരോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന് പൈസ ഉണ്ടാക്കുന്ന വ്യക്തികളും ബിസിനസ്മാനുമാണ് അംബാനിയും അദാനിയും. അവരെയാണ് നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കുന്നത്. കൂടുതലും നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി സൗത്ത് ഇന്ത്യയിൽ കേരളത്തിലെ ഇലക്ഷൻ വരാതിരിക്കുന്നു, തമിഴ്നാട്ടിലെ ഇലക്ഷൻ വരാതിരിക്കുന്നു. ഇതിൽ BJPക്ക് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഫിനാൻസ് ഒക്കെ ചെയ്യുന്ന ബിസിനസ്മെനാണോ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്നും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. അതാണോ എന്നറിയില്ല, ഒരു സംശയമില്ല. നമ്മുടെ ഒരു സംശയമുണ്ട്. സംശയം ഗവൺമെൻറ് തീർത്ത് തരണം, അല്ലെങ്കിൽ കോടതി തീർത്ത് തരണം. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എത്രത്തോളം ഇപ്പം ഈ ഒരു ഇന്ത്യയിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ത്യ ഈസ് എ ബിസിനസ് ഫ്രണ്ട്ലി കൺട്രി. ഇന്ത്യ വലിയ സംഭവം, നമ്മൾ നാഷണലിസ്റ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ദേശീയവാദികളായിക്കും, ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ നമ്മൾ ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. പാകിസ്ഥാൻ ഈസ് എ വെരി പുവർ കൺട്രി. അപ്പോൾ നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി, സിംഗപ്പൂർ അല്ലെങ്കിൽ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ്, ഇവിടെയൊക്കെയുള്ള സിസ്റ്റം നമ്മൾ പഠിക്കണം. അവിടെയൊക്കെ സ്കൂളുകളിലെ വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്, എവിടെയൊക്കെ സ്കൂളുകളിൽ എങ്ങനെയാണ് ആൾക്കാർ വിദ്യാഭ്യാസം നേടുന്നത്, അവിടുത്തെ പിള്ളേർക്ക് എങ്ങനെയുള്ള പാർക്കുകളും ആർട്സ് എഡ്യൂക്കേഷനും ആണ് അവിടെയുള്ളത്. പിന്നെ അവിടെയുള്ള അങ്ങനത്തെ രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയെ ഒളിമ്പിക്സിൽ തോൽപ്പിക്കുന്നു? അതൊരു ചോദ്യമല്ലേ. കാരണം ഇവിടെ ശ്രീലങ്ക വരെ ഇന്ത്യക്കാട്ടിലും ഡെവലപ്ഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഇറ്റ്സ് എ സ്മോൾ കൺട്രി, ബട്ട് ദേ ഹാവ് ഓൾറെഡി വൺ 1996 വേൾഡ് കപ്പ് ഇൻ ക്രിക്കറ്റ്. അപ്പം അങ്ങനെയുള്ള ശ്രീലങ്കയെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അവർ നമ്മുടെ കാല് പിടിച്ചു, മോദിയുടെ കാല് പിടിച്ചു. അപ്പം കാണുന്ന ഓരോ ആൾക്കാരെ കാല് പിടിച്ച് അവരുടെ കാര്യം സാധിച്ചു. അവരുടെ പെട്രോളും ഓയിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ടും ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്തു, മോദിയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തു, വിച്ച് ഈസ് ഗുഡ്. അതൊരു മോശം കാര്യമാണെന്നല്ല പറയുന്നത്, നല്ല കാര്യം. പക്ഷേ അവരെപ്പോലെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളാണ് ഏറ്റവും വലിയ സംഭവമാണെന്നൊന്നും ഇന്ത്യക്കാർ വിചാരിക്കരുത്. നമ്മുടെ പൈസയില്ല, നമ്മുടെ സാധാരണക്കാരുടെ പൈസയില്ല. നമ്മൾ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കേസിൽ 166ാമത്തെ റാങ്കിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ എത്രയോ ടോപ്പിലാണ്. പെർ ക്യാപിറ്റ ഇൻകത്തിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ വരണം. നമ്മുടെ ആൾക്കാരുടെ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, അംഗീകരിക്കത്തുള്ളൂ. ഇപ്പം തന്നെ സ്പെയിൻ ഇന്ത്യക്ക് ഒരു ഡിജിറ്റൽ നൊമാഡ്സിന് വേണ്ടിയിട്ടൊരു അവിടെ താമസിക്കാനൊരു സ്കീം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തും പറയുന്നത് മിനിമം 3 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുമാനമുള്ള ഇന്ത്യക്കാർക്ക് അവിടെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ നോക്കത്തുള്ളൂ. മനസ്സിലായി? അപ്പം നമ്മുടെ പൈസ ഉണ്ടോ നമുക്ക് റെസ്പെക്റ്റ് കിട്ടും, അത് ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പല ഇഷ്യൂസ് ഇവിടെ സോൾവ് ചെയ്യാനുണ്ട്. ഇവിടുത്തെ വോട്ടേഴ്സിന് വേണ്ടത്, നമ്മുടെ ഇന്ത്യക്കാരെ എല്ലാം ഈ പൊളിറ്റീഷ്യൻസ് പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ വോട്ടേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതേസമയം തന്നെ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ദേശീയവാദികളായിരിക്കും, പക്ഷേ നമ്മൾ കപട ദേശീയവാദികളാകരുത്. നമ്മൾ ഒരു പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ചിന്തിക്കരുത്. കാരണം ഔട്ട്സൈഡ് വേൾഡുണ്ട്, അവിടെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അപ്പം ഈ ലോകത്തിൽ എല്ലാ കാര്യത്തിലും, ഒളിമ്പിക്സ്, കലാപരമായിട്ടുള്ള ആർട്സ് പരമായിട്ടുള്ള പല കാര്യങ്ങളിലും, പിന്നെ
ഫുട്ബോളിൽ ഇന്ന് ഇന്ത്യ എവിടെയാണ്? ഇന്ത്യക്ക് എവിടെയെങ്കിലും ഫുട്ബോൾ എന്നായിരിക്കും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഫൈനലിൽ കളിക്കാൻ ഒക്കുമോ? പിന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒളിമ്പിക്സിൽ ഒന്നാമതെത്താൻ ഒക്കുമോ? പിന്നെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ എത്താൻ ഒക്കുമോ? പിന്നെ ഇവിടെ 4 ഡേ വർക്ക് വീക്ക് ഉണ്ടോ? 4 ഡേ വർക്ക് വീക്ക് ഇന്ത്യയിലുണ്ടോ? എല്ലാവരും 8 മണിക്കൂർ എല്ലാ ദിവസവും മാത്രം ജോലി ചെയ്യുന്നു. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് എല്ലാ ഓഫീസും 24 മണിക്കൂർ പ്രവർത്തിക്കുന്നു. അപ്പം അവിടെ അങ്ങനെ ഒരു 365 ദിവസവും എല്ലാ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓഫീസുകളും കോടതികളും ഒക്കെ ഇവിടുത്തെ അത്യാവശ്യമാണ്. പിന്നെ ഇവിടുത്തെ സിറ്റിസൺസ് എന്തിന് ഗവൺമെൻറ് ജോബ്സ് തേടുന്നു? എന്തുകൊണ്ട് നമ്മുടെ ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ജോബ്സ് ഇന്ത്യക്കാർക്കും ഔട്ട്സൈഡേഴ്സിനും കൊടുക്കുക? പിന്നെ ഇവിടുത്തെ ഹെയ്റ്റ് സ്പീച്ച് ഏറ്റവും മോശമാണ്. ഇപ്പം നമ്മൾ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ മാനുവായിട്ട് ഫ്ലൈറ്റ് കയറ്റി വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് കടത്തുക. അല്ലാതെ അവർക്കെതിരെ അധിക്ഷേപമായിട്ടും ഹെയ്റ്റ് സ്പീച്ചുമായിട്ട് നടക്കല്ലേ. അതാണ് ആസാമിലെ ചീഫ് മിനിസ്റ്ററൊക്കെ ചെയ്യുന്നത്. എന്ത് കഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഒരു മനോഗതി. കാരണം നമ്മളൊരാൾക്ക് ഒരു രാജ്യത്തോ സംസ്ഥാനത്തോ താമസിക്കാൻ ഒക്കത്തില്ല എന്ന് ലീഗലായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ, അവിടെ ഒരു നിയമസഭ അങ്ങനെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ അടുത്ത ഫ്ലൈറ്റിൽ എക്സ്പോർട്ട് ചെയ്യും. മോദിയൊക്കെ ട്രംപ് അങ്ങനെയല്ലേ ചെയ്തത്. അമേരിക്കയിൽ താമസിക്കാൻ ഒക്കത്തില്ലാത്ത ഇന്ത്യക്കാരെ അവർ തടവ് വെച്ചിട്ടാണ് ഇന്ത്യയിലോട്ട് ഫ്ലൈറ്റിൽ കടത്തിയത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹെയ്റ്റ് സ്പീച്ചിനൊന്നും യാതൊരു കാര്യമില്ല. ഇവിടെ താമസിക്കാൻ ഒക്കാത്ത ബംഗ്ലാദേശി മുസ്ലിംസ് ഉണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് അവരെ ബംഗ്ലാദേശിന് വിടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെഫ്യൂജീസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന കൺട്രീസിലോട്ട് വിടുക. അല്ലാതെ നമ്മൾ അവർക്കെതിരെ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയിട്ടോ മോശമായിട്ട് പെരുമാറിയിട്ടോ ഒന്നും കാര്യമില്ല. അതൊക്കെ വോട്ട് ബാങ്കിനും എലക്ഷൻസിന് കുറച്ചുകൂടെ വോട്ട് കിട്ടാനും വേണ്ടിയിട്ടാണെന്ന് ഇവിടെ മലയാളികളായിട്ടുള്ള സമുദ്രമായിട്ടുള്ള വോട്ടർമാർക്ക് മനസ്സിലാവും. അതാണ് ആസാമിലൊക്കെ നടക്കുന്നത്, മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ റിലീജിയസ് അതിപ്രസരം. നമുക്ക് മതങ്ങൾ ഒരു എല്ലാവർക്കും മൾട്ടി റിലീജിയസ് ആയിട്ട് ജീവിക്കാനായിട്ടൊരു സംഭവം ഇവിടെ ഉണ്ടാവണം. കാരണം നമുക്ക് ഒരു എത്ര മതങ്ങൾ, എല്ലാ മതങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കണം. എല്ലാ മതങ്ങളിൽ നിന്നും നമ്മൾ നല്ലത് പഠിക്കണം. അപ്പം നമുക്ക് ഒരു ഹിന്ദു ആണെന്നോ ക്രിസ്ത്യാനി ആണെന്നോ മുസ്ലിം ആണെന്നോ സിഖ് ആണെന്നോ ഒന്നും പറയാൻ ഒക്കത്തില്ല. നമ്മൾ മൾട്ടി റിലീജിയസ് എന്ന് തന്നെ എഴുതാനായിട്ടൊരു കോളം നമ്മുടെ സ്കൂളുകളിലും അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് റെക്കോർഡുകളിലും ഒക്കെ വേണം. കാരണം നമ്മൾ മൾട്ടി റിലീജിയസ് എന്ന് പറഞ്ഞാൽ എന്നാ, സ്പിരിച്വലാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാ മതങ്ങളിൽ നിന്നും, ജൂയിഷ് മതങ്ങളിൽ നിന്നും ഉൾപ്പെടെ എല്ലാം നമ്മൾ പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒരു സിസ്റ്റമാണ് വേണ്ടത്. സോ നമ്മൾ എഗെയിൻ ഞാൻ പറയുന്നു, നമ്മൾ രാജ്യത്തെ സ്നേഹമൊക്കെ വേണം. പക്ഷേ പെട്രിയോട്ടിസം വേണം. പെട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ആവുന്നത്? നമ്മൾ മറ്റ് രാജ്യത്തെയും ബഹുമാനിക്കുന്നു, മറ്റ് സംസ്കാരത്തെയും ബഹുമാനിക്കുന്നു. ഇപ്പം സിംഗപ്പൂരിൽ ഒരു നല്ല കാര്യം നടന്നാൽ അത് ഇന്ത്യയിൽ ഇവിടെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു സംഭവം സംഭവം നടന്നാൽ അതിവിടെ നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം. പിന്നെ ഒളിമ്പിക്സിൽ ഗോൾഡ് നേടണം. ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷനാണ്. അപ്പോൾ നമ്മളെന്തുകൊണ്ട് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലിനെ ഉപയോഗിക്കുന്നില്ല ശരിക്കും? സോ അതൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഗ്രാമങ്ങളെ ഡെവലപ്പ് ചെയ്യണം. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലാണ് ശരിക്കും ഇന്ത്യയുടെ ആത്മാവിരിക്കുന്നു പറയുന്ന പോലെ. ഇന്ന് നമ്മുടെ പല നഗരങ്ങളുടെയും എയർ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഡൽഹി, മുംബൈ, പിന്നെ ഈവൻ കൊച്ചി വരെ ഇപ്പം ലോവസ്റ്റ് എയർ ക്വാളിറ്റി വന്നുകൊണ്ടിരിക്കുക. അതേസമയം നമ്മൾ ഓവർ ടൂറിസമായിട്ട് ക്രൗഡഡായിട്ട് പല സ്പോർട്സും, ഗോവ ഉൾപ്പെടെ പലരും ഓവർ ടൂറിസമാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഗ്രാമങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല? ഗ്രാമങ്ങളിൽ ടൂറിസം വളർത്തുക, അങ്ങനെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും ഒക്കെ കൊണ്ടുവരണം. ഓക്കെ, പിന്നെ ഒരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.